പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളവരായിരിക്കണം, സിമ്പിൾ പീപ്പിൾ ആയിരിക്കണം എന്ന് അല്ലേ. പക്ഷേ ചില വ്യക്തികൾ ദൈവമക്കളെ എക്സോസ്റ്റിങ്, നമ്മളെ കുഴച്ച് കളയും അല്ലേ. ചിലപ്പോൾ ഒരു ബോസായിരിക്കാം നിൻ്റെ കോവർക്കേഴ്സിനെ ഇഷ്ടമില്ലാതെ ഓവർ വർക്ക് ചെയ്യിപ്പിച്ച് ഉപദ്രവിക്കുന്നവർ. ചിലപ്പോൾ നിൻ്റെ ഒരു ഇൻലോ ആയിരിക്കും. ഏത് ഫാമിലി ഗ്യാതറിങ്ങിലും എന്തെങ്കിലുമൊക്കെ കുനിഷ്ട് സംഭവിപ്പിക്കുന്നവർ. അല്ലെങ്കിൽ ഒരു ടീച്ചറായിരിക്കാം നിനക്ക് അവിശ്വസനീയമായ ഗ്രേഡ്സ് എക്സാംസിന് തരുന്ന. എനിവേ, ഇങ്ങനെയുള്ളവരൊക്കെ തുടർമാനമായി അവരുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. പക്ഷെ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് പോകണം. ഈസിയർ ഈസ് നോട്ട് ദ സെയിം തിങ് ആസ് ബെറ്റർ. ഈ സ്ട്രെങ്ത്ത് അത് തമ്മിൽ, ഓരോ വ്യക്തികളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നതിലുള്ള വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ഓർത്ത് നമ്മൾ സമയം കളയുന്നതിലും എളുപ്പം നമുക്ക് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയത്തെക്കുറിച്ചുള്ള ആ പെർസ്പെക്റ്റീവ്, ആ കാഴ്ചപ്പാട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്താൽ പോരെ. ഇത് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 പത്രോസ് 4-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ. സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബന്ധത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമായിരുന്നു. അത് ദൈവം അറിഞ്ഞു തന്നെ അങ്ങനെ ചെയ്തതാണ്. ഉദാഹരണത്തിന് ശിമോൻ, എരിവുകാരനായ ശിമോൻ പത്രോസ് അല്ല, എരിവുകാരനായ ശിമോൻ. അവന് ഒരു യഹൂദ ഓർഗനൈസേഷൻ്റെ ഒരു എക്സ് മെമ്പറായിരുന്നു. ഇസ്രായേലിനെ റൂൾ ചെയ്തിരുന്ന ഈ റോമൻസിനെ വളരെ വയലൻ്റായിട്ട് ഓവർത്രോ ചെയ്യുന്നതിൽ താനൊരു തീവ്രവാദിയായിരുന്നു. എന്നാൽ അതേസമയം മത്തായി ആണെങ്കിൽ എക്സ് ടാക്സ് കളക്ടർ അല്ലേ. അതായത് റോമാക്കാരുമായിട്ട് കൈ കോർത്ത് പിടിച്ച് നിന്നുകൊണ്ട് യഹൂദരെ ഒപ്രസ് ചെയ്ത വ്യക്തിയായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഇവരെയൊക്കെ തൻ്റെ ശിഷ്യന്മാരായിട്ട് ക്ഷണിച്ചു. അവരെല്ലാം ഒരുമിച്ച് ഒരു മുറിയിലൊക്കെ പാർത്തു അല്ലേ. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ആർക്കിങ്ങനെ പറ്റും? ഈ എരിവുകാരനായ ശിമോനും ചുങ്കം പിരിച്ചിരുന്ന മത്തായി, രണ്ടുപേരും 2 കാര്യങ്ങൾ ഇലിസ്ട്രേറ്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിൻ്റെ അനുകാരികളാണ് നാം എങ്കിൽ നമ്മിൽ നിന്ന് വ്യത്യസ്തരായ മനുഷ്യരോട് നാം എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, ഫോളോയിങ് ജീസസ് റിക്വയർസ് അസ് ടു ലേ ഡൗൺ അവർ പാസ്റ്റ്. യേശു കർത്താവിനെ നിനക്ക് അനുഗമിക്കണമെങ്കിൽ കുഞ്ഞെ, ആവശ്യമായ ഒരു ഘടകം, നിൻ്റെ പഴയ കാര്യങ്ങളെ നീ വിട്ടുകള. മറ്റുള്ള ചില വ്യക്തികളെ എംബ്രേസ് ചെയ്യുന്നതിലും ചേർത്ത് നിർത്തുന്നതിലും ഒക്കെ ഏതെങ്കിലും നിൻ്റെ ചരിത്രത്തിൽ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ നീ അത് മാറ്റിക്കളയണം. എന്തെങ്കിലും ഒരു കയ്പുണ്ടോ നിനക്ക്? എന്തെങ്കിലും ഒരു മുറിവുണ്ടോ? തോൽവി കിടപ്പുണ്ടോ? തെറ്റുകൾ കിടപ്പുണ്ടോ? തെറ്റായ വിശ്വാസം കിടപ്പുണ്ടോ? പഴയ മൈൻഡ് സെറ്റാണോ? നമ്മളെല്ലാം അത് പുറകിലേക്ക് എറിയണം. റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിയാമല്ലോ. എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ എന്തുണ്ടെന്നുള്ളത് നോക്കി അത് പ്രാപിപ്പാനായിട്ട് നമുക്കൊരുങ്ങാം. രണ്ടാമത്, ഫോളോയിങ് ജീസസ് റിക്വയർസ് അസ് ടു ലേ ഡൗൺ അവർ ഡിഫറൻസസ്.
തമ്മിലുള്ള വ്യത്യാസങ്ങളെ വിട്ടുകളവാൻ യേശുവിനെ അനുകരിക്കുന്നൊരു വ്യക്തിക്ക് കഴിയണം. ഏത് വിശ്വാസ സമൂഹങ്ങളാണെങ്കിലും എല്ലാ സഭയ്ക്കാണെങ്കിലും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന വ്യക്തികൾ അതിനകത്ത് കാണും, പല എക്സ്പീരിയൻസിൽ നിന്ന് കാണുന്നവർ കാണും, പലവിധമായിട്ടുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കാണും, പലവിധമായ അഭിപ്രായങ്ങളുള്ളവർ കാണും. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ വ്യത്യസ്തമാക്കുന്നത് ഇങ്ങനെയുള്ള ഡിഫറൻസ് എല്ലാം വിട്ടുകളഞ്ഞേച്ച് ഒരു വലിയവനായ ദൈവത്തെ അനുകരിച്ച് അവനെ ഫോളോ ചെയ്യുവാനായിട്ട് നമ്മൾ ഇറങ്ങിയെങ്കിൽ അത് മാത്രം നമ്മുടെ മുമ്പിൽ നാം കാണണം. ലേൺ ടു വാല്യൂ ദ ഡൈവേഴ്സിറ്റി ദാറ്റ് കോംപ്ലിക്കേറ്റഡ് പീപ്പിൾ റെപ്രസെൻറ്റ്. എല്ലാവരും അവരവരുടെ സ്വഭാവത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ നിനക്ക് നിൻ്റെ പ്രതീക്ഷയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മോശമായിട്ടുള്ളതും റൂഡായിട്ടുള്ളതും അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായതും മീനായിട്ടുള്ളതുമായിട്ടുള്ള ചില സംഗതികൾ അത് നീ കൂട്ടിവെച്ച് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പം ഹീനമായി പോകാൻ ഇടയാക്കരുത്. അത് നീ മനസ്സിലാക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും നിനക്ക് പഠിക്കാനുണ്ടെങ്കിൽ നീ പഠിച്ചെടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളാം. ചില മൂരാച്ചി ചിന്തകളും ഐഡിയാസും ഒക്കെ നിൻ്റെ മനസ്സിലുള്ളത് നീ മറ്റുള്ളവരോട് പറഞ്ഞ് വലുതാക്കി അതിന് ഇമാജിനേഷൻസൊക്കെ കൊടുത്ത് സംഗതികളെ കൂടുതൽ കുഴച്ചിലേക്ക്, ബന്ധങ്ങളെ കൂടുതൽ കുഴച്ചിലേക്ക്, വ്യക്തിജീവിതങ്ങളെ തമ്മിൽ അകറ്റുന്നതിന് കാരണമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു കൊള്ളുക. യേശു കർത്താവ് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ആണെങ്കിലും അവരെല്ലാം ഒരുമിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവരിൽ കൂടെ ചിലത് ഭംഗിയേറിയ സംഗതികൾ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം യേശു കർത്താവിന് കഴിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. കഴിയുമോ? വലിയ പ്രയാസമാണ് അല്ലേ? 1 കൊരിന്ത്യർ 12-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം, കർത്താവേ, ഇനി ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന ഓരോ വ്യക്തിയിലും ഒരു ബ്യൂട്ടി കാണുവാൻ എന്നെ നീ സഹായിക്കണമേ. ഓരോ വ്യത്യാസങ്ങൾ കണ്ട് കുഞ്ഞെ നീ ഫ്രസ്ട്രേറ്റഡ് ആകരുത്. നിനക്കിഷ്ടമില്ലാത്ത ചില സംഗതികൾ ചിലരിൽ കണ്ടാലും കുഞ്ഞെ നീ അവരെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. ഇത്രയും നാളത്തെ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്ത ചില വലിയ പാഠങ്ങളാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഷെയർ ചെയ്യുന്നത്. ദൈവത്തോട് പറയണം, കർത്താവേ, അവരെയൊക്കെ എനിക്ക് സ്നേഹിപ്പാനുള്ള കൃപ തരണമേ, സ്നേഹമെന്നിൽ തരണമേ. എന്നിട്ട് ഏറ്റവും നല്ലതായി സകലതും മുന്നോട്ട് പോകും, സകലതും നല്ലതായി തന്നെ കലാശിക്കുമെന്ന് വിചാരിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. അവൻ ഐക്യതയുടെ ദൈവമാണ്. ആൾക്കാർ പല വിധത്തിലുള്ളവരാണ് അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ഇന്ന് രാവിലെ കാലം നിങ്ങളുടെ ഡിവോഷണൽ സ്റ്റഡി ശ്രദ്ധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഗതികൾ കണ്ട് നീ നിൻ്റെ ചിന്താമണ്ഡലത്തിൽ പലതും ചിന്തിച്ചു കൂട്ടി വ്യക്തിജീവിതങ്ങൾ തമ്മിൽ ഒരു നീരസവും ഉണ്ടാവാനിടയാകാതെ വണ്ണം ദൈവപൈതലേ, ഞാൻ പറയട്ടെ, നീ സകലതും ഇഗ്നോർ ചെയ്യുവാൻ കഴിയണം. പെർഫെക്റ്റായിട്ടുള്ളൊരു ദൈവം നമ്മയൊക്കെയും പെർഫെക്ഷനിലേക്ക് നയിക്കും. നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് എപ്പോഴാണ്?
അവൻ്റെ വരവിൽ അവനോട് സദൃശന്മാരാക്കുന്ന സമയത്തല്ലേ. പ്രൈസ് ഗോഡ്. ആ നല്ല സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാകുന്ന വ്യത്യാസങ്ങൾ വരുത്തി നിന്നെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ്റെ കോണം, സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവരായി ജീവിപ്പാൻ്റെ കോണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ജീവിതത്തിൽ സിമ്പിളായിട്ട് ഞങ്ങൾ ആദ്യമായി തീരട്ടെ കർത്താവേ. കോംപ്ലിക്കേറ്റഡ് ആയവരെ വിധിപ്പാനോ അതിൽ ഞങ്ങൾ നീരസപ്പെടുവാനോ ഇടയാകാതെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം നിന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.